ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെണ്ടക്ക വറവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കനം കുറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത് തയ്യാറാക്കി വരുന്ന സമയത്ത് ഇതെല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വെണ്ടയ്ക്കയുടെ ഈ സ്റ്റിക്നെസ് ഒക്കെ ഒന്ന് നല്ലതുപോലെ പോകുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ആ സ്റ്റിക്നെസ് ഒക്കെ പോയിട്ട് ഓരോന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിയുടെ കളറൊക്കെ മാറി ഭയങ്കര ടേസ്റ്റ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.